മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ അവൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നതാണ് അവൻ്റെ വ്യതകളും രോഗങ്ങളും. പ്രകൃതിയിൽ നിന്നു തന്നെ അവൻ അതിൻ്റെ പരിഹാരങ്ങളും കണ്ടെത്തി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലവിധ ചികിത്സാരീതികളും ഉയർന്നു വന്നു. അവയിൽ ലോകത്താകമാനം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ചികിത്സാരീതിയാണ് ആധുനിക ചികിത്സ അഥവാ മോഡേൺ മെഡിസിൻ, അലോപ്പതി എന്നൊക്കെ അറിയപ്പെടുന്നത്. ആധുനിക ചികിത്സ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള വളർച്ചയിലേക്ക് എത്തിച്ചേർന്നു. പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തങ്ങൾ വൈദ്യശാസ്ത്ര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ലൂയി പാസ്റ്ററും അലക്സാണ്ടർ ഫ്ലെമിങ്ങും വില്യം റോൺചനും റോസലിൻ ഫ്രാങ്ക്ലിനും റോബർട്ട് കോച്ചും തുടങ്ങി അനേകം പേർ അഹോരാത്രം നടത്തിയ അക്ഷീണ പരിശ്രമങ്ങൾ വൈദ്യശാസ്ത്ര മേഖലയെ വളർത്തി വലുതാക്കി. എന്നിരുന്നാലും വ്യാവസായിക വിപ്ലവത്തിനു ശേഷം മാറിപ്പോയ കാലവും പ്രകൃതി നശീകരണവും ജീവിതശൈലി മാറ്റങ്ങളും രോഗങ്ങൾ പല മടങ്ങായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലോകവ്യവസ്ഥകളെ തന്നെ താറുമാറാക്കിയ പകർച്ചവ്യാധികൾ കടന്നുവരികയും കൺമുന്നിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമായി പോവുകയുമുണ്ടായി. മറവ് ചെയ്യപ്പെടാനായി ആയിരങ്ങൾ റോഡരികിൽ ഊഴം കാത്തു കിടന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കിലോമീറ്ററുകൾ നീളെ ശവക്കുഴികൾ ഉണ്ടാക്കി. ആ കുഴികളിൽ ജാതി വിവേചനങ്ങളും വർണ്ണവ്യത്യാസങ്ങളും ഉച്ചനീചത്വങ്ങളും രാജ്യാതിർത്തികളും സാമ്പത്തിക അസമത്വങ്ങളുമൊക്കെ ഒന്നായി ലയിച്ചു. തുടർച്ചയായുണ്ടായ നിരവധി യുദ്ധങ്ങൾ കൊല്ലപ്പെട്ടവരേക്കാൾ കൂടുതൽ അംഗവിഹീനരെയും കിടപ്പുരോഗികളെയും സൃഷ്ടിച്ചു. രോഗങ്ങളും രോഗികളും വർദ്ധിച്ചപ്പോൾ അവയെ മറികടക്കാൻ നിരവധി മരുന്നുകളും സാങ്കേതിക വിദ്യകളും ഉണ്ടായി. നിരവധി ആതുരാലയങ്ങളുണ്ടായി. മരുന്നുകളെക്കുറിച്ചും അവ ഉപയോഗിക്കേണ്ട സാങ്കേതിക വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതായ ഒരു വിഭാഗം തൊഴിലാളികളുമുണ്ടായി. ആതുരാലയങ്ങളിൽ ഭിഷങ്കുരന്മാരും സേവന തൽപരരായ മറ്റനേകരുമുണ്ടായി. നമുക്കറിയാം, ആതുരാലയങ്ങളിൽ എപ്പോഴും നമുക്ക് കൂട്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന്. ഒരു വിളിപ്പുറത്ത് അവർ എപ്പോഴും സദാ സജ്ജരായിരിക്കും. നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആയി സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ നമുക്കരികിലേക്ക് ഓടിയെത്തുന്നവർ. ജീവിതയാത്രയിൽ പലതവണ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും അവരെ കണ്ടുമുട്ടാത്തവർ ആരുമുണ്ടാകില്ല. അവരാണ് ദൈവത്തിൻ്റെ മാലാഖമാർ എന്നറിയപ്പെടുന്നത്. അവരെ നമ്മൾ സിസ്റ്റർ അഥവാ സഹോദരി എന്ന് വിളിക്കും. ഔദ്യോഗികമായി അവർ നേഴ്സ് എന്ന പേരിൽ അറിയപ്പെടും. ജീവിതം ഒരു യാത്രയാണ്, മഹായാത്ര. ആ യാത്രയിൽ ശരീരമാകുന്ന യന്ത്രത്തിന് കേടുപാടുകൾ സംഭവിക്കാം. അവ കൂടിയും കുറഞ്ഞുമിരിക്കാം. കേടുപാടുകൾ പരിഹരിച്ചാലേ മുന്നോട്ടു പോകാനാവൂ. ഓരോ കണ്ടുപിടുത്തങ്ങളും രോഗിയിൽ ചികിത്സാവിധിയുടെ ഭാഗമായി സന്നിവേശിപ്പിക്കേണ്ട ചുമതല നേഴ്സുമാർക്കായിരുന്നു. ലോകം മുഴുവൻ വൈദഗ്ധ്യം നേടിയവരെ ആവശ്യമായി വന്നു. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കാലചക്രം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സഞ്ചരിച്ചു. മഞ്ഞുറഞ്ഞ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലെ മണലാരണ്യങ്ങളിലേക്കും പട്ടിണിയും പകർച്ചവ്യാധികളും ചുടലനൃത്തം ചവിട്ടിയ ആഫ്രിക്കൻ ഉഷ്ണമേഖലകളിലേക്കും അധികാരത്തിനും അഹന്തയ്ക്കുമായി മനുഷ്യർ നടത്തിയ കൂട്ടക്കൊലകൾക്കിടയിലെ രക്തപ്പുഴകൾക്കിടയിലേക്കും പരാതികളില്ലാതെ അവർ സഞ്ചാരം നടത്തി. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പട്ടിണി മാറ്റാനായി ഉറ്റവരെയും ഉടയവരെയും വിട്ട് ജന്മനാടിനെ മാറോടണച്ച് കടൽ കടന്നും കരകടന്നും അവരുടെ കർമ്മം പൂർത്തിയാക്കിക്കൊണ്ടേയിരുന്നു. അവരിൽ പലരും യുദ്ധങ്ങളിലും പകർച്ചവ്യാധികളിലും പെട്ട് മരണമെന്ന മടങ്ങി വരാത്ത യാത്രയിൽ വരിചേർന്നു. നാം ഓരോരുത്തരും ഒരു തവണയെങ്കിലും നേഴ്സായി മാറിയിട്ടുണ്ടാകും. ബന്ധുമിത്രാദികളെയോ ചിരപരിചിതരല്ലാത്ത ആരെയെങ്കിലുമോ ഒരു തവണയെങ്കിലും ശുശ്രൂഷിക്കുകയോ കൂട്ടിരിക്കുകയോ തുണയാവുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടാകാം. അത് എത്രത്തോളം ക്ഷമയും സഹാനുഭൂതിയും ത്യാഗമനോഭാവവും ആവശ്യപ്പെടുന്നുണ്ട് എന്നും നമുക്കറിയാം. ഇവയൊക്കെ ജീവിതം മുഴുവൻ ഒരു തൊഴിലായി സ്വീകരിക്കുന്നവർ എത്രത്തോളം ഉന്നതരായിരിക്കും, എത്രത്തോളം ബഹുമാനിതരായിരിക്കും. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും
അനാരോഗ്യത്തിൽ നിന്ന് കരകയറ്റാനും യഥാർത്ഥ ശാരീരിക മാനസികാരോഗ്യത്തിലേക്ക് എത്താൻ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു നേഴ്സിൻ്റെ പ്രാഥമിക ചുമതല. നേഴ്സിംഗ് വിശ്രമമോ മടുപ്പോ ക്ഷണം ചെയ്യപ്പെടേണ്ട ഒരു ജോലിയല്ല. സ്വന്തം വിഷമതകളേക്കാൾ മറ്റുള്ളവരുടെ വിഷമതകൾ മനസ്സിലാക്കേണ്ട ജോലിയാണ്. സഹജീവികൾക്ക് വേണ്ടി കുരിശു ചുമക്കപ്പെട്ടവനെ പോലെ തൻ്റെ രാജ്യത്തും ദരിദ്രരുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞവനെ പോലെ ത്യാഗമനസ്കരായിരിക്കണം അവർ. And I have been nursing service for the 30 years and coming to the care of the patient, it needs more dedication, compassion and take more responsibility to the assigned of the patients. രോഗാവസ്ഥകൾ രോഗിയെ മാനസികമായും ശാരീരികമായും വൈകാരികമായും ആകെ മാറ്റിക്കളയും. നിരാശയും മടുപ്പും അവരെ ബാധിച്ചെന്നിരിക്കും. ചിലപ്പോൾ അകാരണമായി അവർ ദേഷ്യപ്പെട്ടെന്നിരിക്കും. അവർ ചെയ്യുന്നതെന്തെന്നോ പറയുന്നതെന്തെന്നോ അവർ തന്നെ അറിയണമെന്നില്ല. എല്ലാ സാഹചര്യങ്ങളിലും സഹാനുഭൂതിയോടെ, സമർപ്പണത്തോടെ, കാരുണ്യത്തോടെ അവർ കൂട്ടിരിക്കുന്നു. രോഗിയുടെ ഒരു ചെറുപുഞ്ചിരിക്കായി ഭൂമിയിലെ മാലാഖമാർ കാത്തിരിക്കുന്നു. പിറന്നു വീഴുമ്പോൾ മുതൽ പിടഞ്ഞു വീഴും വരെ അവർ നമുക്കായി കാവലാളാകുന്നു. നേഴ്സിംഗ് എന്ന ശാസ്ത്രശാഖയുടെ വളർച്ചയെ ഫ്ലോറൻസ് നൈറ്റിംഗേലിന് മുൻപും പിൻപും എന്ന് വേർതിരിക്കാവുന്നതാണ്. ഒരു ശാസ്ത്രശാഖയായി നേഴ്സിംഗിനെ വളർത്തിയത് ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. ആധുനിക നേഴ്സിംഗിൻ്റെ മാതാവ്, വിളക്കേന്ത്യ വനിത, ക്രിമിയലിലെ മാലാഖ എന്നൊക്കെ ഇവർ അറിയപ്പെടുന്നു. 1820 മെയ് 12 അതിസമ്പന്നരായ വില്യം എഡ്വേർഡ് നൈറ്റിംഗേലിൻ്റെയും ഫ്രാൻസിസ് നൈറ്റിംഗേലിൻ്റെയും രണ്ടാമത്തെ മകളായി ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഇവർ ജനിച്ചു. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള അതിസമ്പന്ന കുടുംബം. ഫ്ലോറൻസിൻ്റെ വീട്ടുകാർ സുഖലോലുപതിയിലും ഉല്ലാസയാത്രകളിലും തൽപരരായിരുന്നു. 17 വയസ്സായപ്പോഴേക്കും ഫ്ലോറൻസിന് ഇതിലൊന്നും താല്പര്യമില്ലാതായി. പെൺകുട്ടികൾ പഠിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമല്ലാതിരുന്ന ആ കാലത്ത് ഫ്ലോറൻസ് പഠിക്കാൻ താല്പര്യം കാണിച്ചു. പഠിക്കാനുള്ള ഫ്ലോറൻസിൻ്റെ ശാഠ്യം സഹിക്കാൻ പറ്റാതായപ്പോൾ പിതാവ് തൻ്റെ പഠനമുറിയിൽ അവൾക്ക് പഠിക്കാൻ അവസരം നൽകി. എന്നാൽ ഫ്ലോറൻസിൻ്റെ മാതാവിന് ഇതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പഠനമുറിയിൽ ഒതുങ്ങി നിന്ന് ലാറ്റിനും ഗണിതവും അവൾ പഠിച്ചു. തുടർന്നും പഠിക്കുവാനുള്ള കൊച്ചു ഫ്ലോറൻസിൻ്റെ ആഗ്രഹത്തിന് വീട്ടുകാർ വീണ്ടും തടസ്സമായി. എങ്കിൽ തനിക്ക് പാവപ്പെട്ടവരെ കാണാനും സഹായിക്കുവാനും സമ്മതം തരണമെന്നാവശ്യപ്പെട്ടു. അത് അംഗീകരിച്ചു കൊടുക്കുവാൻ വീട്ടുകാർ നിർബന്ധിതരായി. മാതാപിതാക്കളുടെ സമ്മതത്തോടെ അശരണരുടെയും രോഗികളുടെയും ഇടയിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായി മാറി. തൻ്റെ ജീവിത നിയോഗം എന്താണെന്നും തന്നെ എന്തിനാണ് സർവേശ്വരൻ ഭൂമിയിലേക്ക് അയച്ചതെന്നും അവർ തിരിച്ചറിഞ്ഞു. അവിടെ ഫ്ലോറൻസിൻ്റെ പുതിയ ജീവിതത്തിന് തുടക്കമായി. 1853 ഒക്ടോബറിൽ ആരംഭിച്ച ക്രീമിയൻ യുദ്ധമാണ് നഴ്സിംഗ് എന്ന തൊഴിലിനെയും ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന പ്രതിഭയെയും ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവന്നത്. ബ്രിട്ടനും ഫ്രാൻസും തുർക്കിയും ചേർന്ന് റഷ്യക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ ആയിരക്കണക്കിന് പട്ടാളക്കാർ മരണപ്പെട്ടു. അതിലേറെ മുറിവേറ്റവരുമുണ്ടായി. ആശുപത്രികൾ പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞു. അന്നത്തെ ആശുപത്രികൾ പൊതുവെ വൃത്തിഹീനമായിരുന്നു. ടൈഫോയിഡും കോളറയുമൊക്കെ സർവ്വസാധാരണമായിരുന്നു. സംഭവം കൈവിട്ടു പോകുമെന്നായപ്പോൾ ബ്രിട്ടീഷ് യുദ്ധകാല സെക്രട്ടറിയായിരുന്ന സിഡ്നി ഹെർബർ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ തുർക്കിയിലെ സ്ക്യൂട്ടറി ബാരക്സിൽ പെട്ടുപോയ പടയാളികളുടെ ശുശ്രൂഷാ ചുമതല ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടു. വൃത്തിഹീനമായ അന്തരീക്ഷവും രോഗികളുടെ മരണനിരക്കും കണ്ട ഫ്ലോറൻസ് രാപകലില്ലാതെ കഠിന പ്രയത്നം നടത്തി. ആദ്യമായി അവർ ചെയ്തത് ആശുപത്രിയും പരിസരവും വൃത്തിയാക്കുക എന്നതായിരുന്നു. ഫ്ലോറൻസിൻ്റെയും സഹപ്രവർത്തകരുടെയും സേവനം പകലെന്ന പോലെ രാത്രിയും തുടർന്നു. കയ്യിൽ തൂക്കിയ റാന്തൽ വിളക്കുമായി രാത്രികാലങ്ങളിൽ പോലും ഫ്ലോറൻസ് ഓരോ രോഗിയുടെയും അടുത്തെത്തി ശുശ്രൂഷകൾ ചെയ്തു. അങ്ങനെ അവർക്ക് വിളക്കേന്ത്യ വനിത അഥവാ ലേഡി വിത്ത് ലാമ്പ് എന്ന വിളിപ്പേര് വന്നു. ആ വിളക്കിൽ നിന്നുയർന്ന പ്രകാശം ലോകത്തെ വേദനിക്കുന്നവരുടെ പ്രകാശമായി മാറി. ഇന്നും നമ്മുടെ വേദനാ നിമിഷങ്ങളിൽ, രോഗഗ്രസ്താവസ്ഥകളിൽ നമുക്ക് ആശ്രയമായി തലമുറകൾ കടന്ന് ആ വെളിച്ചം ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങാണ് കാൻഡിൽ ലൈറ്റിംഗ് സെറിമണി. ജൈവതാളങ്ങളെ ക്രമപ്പെടുത്തുവാൻ, ജീവിതം ഒഴിഞ്ഞുവെച്ചവരാകുവാൻ, വെളിച്ചം എന്ന സത്യത്തെ കയ്യിലേന്തിക്കൊണ്ട് വിളക്കേന്ത്യ വനിതയുടെ പിന്മുറക്കാരാവുകയാണിവർ. ആ വെളിച്ചം
മനുഷ്യകുലത്തിനെ ആകെ പ്രകാശഭരിതമാക്കുന്നു, പ്രതീക്ഷാനിർഭരമാക്കുന്നു. ക്രിസ്തുമതത്തിൻ്റെ പ്രചാരത്തോടെ ആതുര ശുശ്രൂഷയ്ക്കും വിദ്യാഭ്യാസത്തിനും കൂടുതൽ ജനകീയത ഉണ്ടായി. കോളനി വാഴ്ചകൾ ഇതിന് വേഗം കൂട്ടി. ക്രിസ്ത്യൻ മിഷണറിമാർ പരിചരണവും വിദ്യാഭ്യാസവുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി. വൈദ്യശാസ്ത്രം മുൻപില്ലാത്ത വിധം വികസിക്കുകയും ചികിത്സയ്ക്കും ഗവേഷണത്തിനുമായി ഒരുപാട് പേരുടെ സഹായം ആവശ്യമായി വരികയും ചെയ്തു. ആ കാലത്തെ തുടർച്ചയായ യുദ്ധങ്ങളും നഴ്സിംഗിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. തങ്ങളുടെ സൈനികരെ സംരക്ഷിക്കേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും കടമയാണല്ലോ. ഒപ്പം വ്യാവസായികവത്കരണവും നഗരവത്കരണവുമെല്ലാം പുതിയ രോഗികളെ സൃഷ്ടിച്ചു. വിഷങ്കുരർക്ക് പുറമെ വലിയൊരു വിഭാഗത്തിൻ്റെ ആവശ്യം ആരോഗ്യമേഖലയിലുണ്ടായി. തുടർന്ന് നഴ്സിംഗ് ഒരു സ്വതന്ത്ര പ്രവർത്തന മേഖലയും വിജ്ഞാന ശാഖയുമായി വളർന്നു. ബ്രിട്ടനിലെ സെൻറ് തോമസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായി 1860 ജൂലൈ 9 നൈറ്റിംഗേൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് ലോകത്താകമാനം നഴ്സിംഗ് സ്കൂളുകൾ തുറക്കപ്പെട്ടു. നഴ്സിംഗ് എന്ന ദൈവീകമായ പ്രവൃത്തിയുടെ സമർപ്പണത്തിൻ്റെ ബാലപാഠങ്ങൾ ഇവർ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. നമുക്ക് വേണ്ടി, നാം ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി സജ്ജരാവുകയാണിവർ. നമ്മുടെ ചുറ്റും സുരക്ഷിതത്വത്തിൻ്റെ വലയം തീർക്കുവാൻ പരിശീലിക്കുകയാണിവർ. മാതൃത്വവും ലാളിത്യവും ക്ഷമയും സഹനവുമെല്ലാം സ്വായത്തമാക്കുകയാണിവർ. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. നാളെ ഇവരുടെ കരങ്ങളായിരിക്കും നമുക്ക് മരുന്നും ഭക്ഷണവും തരുന്നത്. ചിലപ്പോൾ നമ്മുടെ അവസാന ശ്വാസോച്ഛ്വാസത്തിൽ ഒരു തലോടലായി കൂടെയുണ്ടാവുകയും ചെയ്യുക. നഴ്സിംഗ് വിദ്യാഭ്യാസം ഒരു മനപ്പാഠ പഠനമല്ല, സമർപ്പണമാണ് ഇതിൻ്റെ ആധാരശില. എളിമയിലേക്കും ദൈവികതയിലേക്കും നമ്മെ എത്തിക്കുന്ന മാജിക്കാണ് നഴ്സിംഗ് പഠനം. അത് വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കപ്പെടുന്നതാണ്. അത് ഒരു മഹാപ്രയാണമാണ്. ವಾಕುಗಳ್ಕೂ ನೋಕುಗಳ್ಕೂ ಅತೀತಮಾನು. ಸಮಾಜ ಸೇವೆ, ಮಾನವೀಯತೆ ಮತ್ತು ಭದ್ರ ಭವಿಷ್ಯವನ್ನು ಒಟ್ಟುಗೂಡಿಸುವುದು ಈ ವೃತ್ತಿ, ಅದುವೇ ನರ್ಸಿಂಗ್. नर्सिंग प्रोफेशना मोनसे जॉब सेक्यूरिंग प्रोफेशन, बेनिखायनो आं नर्सिंग प्रोफेशनखौ चूज खालामदों. गोजोन्थों. BSc നഴ്സിംഗ് എന്നറിയപ്പെടുന്ന ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് 4 വർഷ കോഴ്സാണ്. Parts are there in the BP apparatus. We are having the box. Okay, box containing BP cuff, rubber tubings, valve and bulb. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന GNM, ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്ന ANM, PHN എന്ന പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്, DHA എന്നറിയപ്പെടുന്ന ഡിപ്ലോമ ഇൻ ഹെൽത്ത് അസിസ്റ്റൻസ് എന്നിവയാണ് മറ്റു കോഴ്സുകൾ. Nursing for me is not just a profession, it's a calling. It's about being present for the patients when they need you the most and provide them with more than just medical expertise. Another reason I chose nursing is because it is a fast-paced, dynamic and ever-evolving profession. নার্সিংকে জীবিকা হিসেবে গ্রহণ করার অন্যতম কারণ হলো এটি এমনই একটি পেশা যেখানে আমরা মানুষের সেবা যত্ন করতে পারি, মানুষের পাশে থাকতে পারি এবং পাশাপাশি অবশ্যই আমরা তাদেরকে স্বাস্থ্য সম্পর্কে বিভিন্নভাবে সচেতন করতে পারি. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളായ MSc നഴ്സിംഗ്, MPhil നഴ്സിംഗ് എന്നിവ ഈ വിഭാഗത്തിലെ ഉയർന്ന തലത്തിലുള്ള കോഴ്സുകളാണ്. നഴ്സിംഗ് അധ്യാപകർക്കും ഈ മേഖലയിൽ ഗവേഷണം ചെയ്യുന്നവർക്കും ഇത് ആവശ്യമാണ്. This place we are calling as a, what is that? Sacral promontory. Okay, sacral promontory. And after that it is continuing with the sacrum and it is ending with this tail-like structure, that is coccyx. In the nursing student kanay, in the nursing chit ligin chunu kada. Pahil katha abu atu ura re ar disam re adigi ruwa hasu ar rugi hor ko mina kwa unku ko sewa ko lagi
Asamaj lahate lagi chuno wakada. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന നേഴ്സിംഗ് ഒരു പ്രൊഫഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നൊരു പ്രൊഫഷനാണ്. എനിക്ക് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ എനിക്ക് ഈ നേഴ്സിംഗ് എന്ന പ്രൊഫഷനിലൂടെ സാധിക്കുന്നു. സ്പെഷ്യലൈസേഷൻ കോഴ്സുകളായി എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ നഴ്സിംഗ്, നിയോനാറ്റൽ നഴ്സിംഗ്, ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, ന്യൂറോളജി നഴ്സിംഗ്, ഓങ്കോളജി നഴ്സിംഗ്, പീഡിയാട്രിക് നഴ്സിംഗ്, സൈക്കാട്രിക് നഴ്സിംഗ് എന്നിങ്ങനെ അനേകം ശാഖോപശാഖകളുണ്ട്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒരു നേഴ്സായിരിക്കുക എന്നതാണ്. Nursing is a noble profession. All the budding nurses, those who are studying nursing, has to understand the importance and the value of our profession. Globally, the demand for nurses increasing day by day. ഏതൊരു സ്ഥാപനത്തെയും പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അതാത് സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ്. അധ്യാപകരും അനധ്യാപകരുമായ ഇവരൊക്കെ ചേർന്നാണ് മഹത്തായ ഒരു പുതുതലമുറയെ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. ആഗോളതലത്തിൽ നഴ്സിംഗ് പ്രൊഫഷനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് 130 രാജ്യങ്ങളിലെ 2.8 കോടി നഴ്സുമാരുടെ കൂട്ടായ്മയായ ICN എന്ന ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് ആണ്. 1899 ആരംഭിച്ച സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആണ്. നമ്മുടെ രാജ്യത്ത് നഴ്സിംഗിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിൽ നിന്നു മാത്രം പ്രതിവർഷം 10,000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുമ്പോൾ അന്യസംസ്ഥാനത്തും വിദേശത്തും പഠിക്കുന്നവർ അതിലേറെ വരും. ഒരു കാലത്ത് നഴ്സുമാർ കൂടുതലുണ്ടായിരുന്നത് ഫിലിപ്പീൻസിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന കാലം മുതൽ നഴ്സിംഗ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് അമ്മ അതിൻ്റെ നഴ്സായിട്ട് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് മനുഷ്യനിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഈ നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് അറിയാം, ഒരു വീട്ടിൽ അസുഖമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആളുകളെ നോക്കുക. ഇന്നത് മാറി, അത് ഡെവലപ്പായി, അത് ഹോസ്പിറ്റലിലേക്ക് മാറി. ഹോസ്പിറ്റലിൽ അതൊരു നഴ്സിംഗ് പ്രൊഫഷനായിട്ട് വന്നിട്ട് തന്നെ ഒരുപാട് കാലമൊന്നും ആയില്ല. ഈ ഒരു 18th സെഞ്ച്വറി മുതലാണ് ഒരു മോഡേൺ നഴ്സിംഗ് തന്നെ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് അങ്ങനെ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ ഇല്ല. ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നഴ്സസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫിലിപ്പീൻസ് ഉള്ളത്. ലോകത്തിലെ ബെസ്റ്റ് നഴ്സസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പാഷനോട് കൂടിയിട്ട് നഴ്സിംഗ് കെയർ ചെയ്യുന്നത് നഴ്സസിൽ ഇന്ത്യയിലെ ലോകത്തിലെ ബെസ്റ്റ് നഴ്സസ് ഇന്ത്യൻ നഴ്സസാണ്. ഇന്ത്യൻ നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, കേരള നഴ്സസാണ്. കേരളത്തിൽ നിന്നുള്ള നഴ്സസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള ഏത് രാജ്യങ്ങൾക്കാണെങ്കിലും ഏത് കമ്പനികളാണെങ്കിലും അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മലയാളി നഴ്സസിനാണ്. കാരണം അവർ ട്രഡീഷണലി അങ്ങനെ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യൻ നഴ്സസ് ജനറലി നമുക്ക് പറയാം. പിന്നെ ക്വാളിറ്റിയുള്ള നഴ്സസ് എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് നഴ്സസാണ്. ഫിലിപ്പീൻസുകാരും നമ്മൾ കമ്പാരിറ്റീവ്ലി മലയാളികളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടും മോശക്കാരല്ല. അവരുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് അവർക്ക് ഇൻ്റർനാഷണലി, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർക്ക് എളുപ്പത്തിൽ ജോലി കിട്ടും. മനുഷ്യ നന്മയ്ക്കായി തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് സത്യം ചെയ്യുന്ന നൈറ്റിംഗൽ പ്ലഡ്ജ് തൻ്റെ ജോലിയുടെ മഹത്വവും കടമയും ഓർമ്മിപ്പിക്കുന്ന ദിവ്യ ഔഷധമാണ്. ഒപ്പം താൻ കൈവെടിയാൻ പാടില്ലാത്ത 7 എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അഥവാ 7 അടിസ്ഥാന പ്രമാണങ്ങളും ഇവർ കൂടെ കൂട്ടുന്നു. ബെനഫിഷ്യൻസ് അഥവാ ഉദാരമതിത്വത്തിലൂടെ രോഗിക്ക് വേണ്ടുന്ന നല്ലതും ശരിയായതുമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ പ്രാപ്തരാകുന്നു. നോൺ മാലിഫിഷ്യൻസ് അർത്ഥമാക്കുന്നത് രോഗിക്കോ രോഗാവസ്ഥയ്ക്കോ പ്രതികൂലമായ യാതൊരു പ്രവൃത്തികളും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. ജാതിമതങ്ങളോ ലിംഗാവസ്ഥകളോ സാമൂഹിക സാമ്പത്തിക ഉച്ചനീചത്വങ്ങളോ പക്ഷപാതീകരിക്കാത്ത ജസ്റ്റിസ് അഥവാ നീതിയുടെ മാർഗവും പിന്തുടരണം. അക്കൗണ്ടബിലിറ്റി അഥവാ ചുമതലാബോധത്തിലൂടെ ഉത്തരവാദിത്വപൂർണമായ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. ഫിഡലിറ്റി അഥവാ ആത്മാർത്ഥതയിലൂടെ രോഗിയോടും അവരുടെ ഉറ്റവരോടും വിശ്വാസപൂർണമായിരിക്കേണ്ടതുണ്ട്. ആ വിശ്വസ്തത രോഗിയുടെ ആശങ്കകൾ ഇല്ലാതാക്കും. സന്നിഗ്ധ ഘട്ടങ്ങളിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രായോഗിക നടപടികൾ സ്വീകരിക്കാനുമുള്ള സ്വയംഭരണാധികാരം അഥവാ ഓട്ടോണമി ഉപയോഗിക്കുവാനും ഒരു നഴ്സിന് സാധിക്കണം. വെറാസിറ്റി അഥവാ സത്യസന്ധതയിലൂടെ രോഗിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുവാനും ബാധ്യസ്ഥയാണ്. അറിയാനുള്ള രോഗിയുടെ അവകാശത്തെ ഹനിക്കാതിരിക്കുക,
ഒപ്പം ആ അറിവുകൾ അവരെ വേദനിപ്പിക്കാതെ ഇരിക്കുകയും വേണം. നൈറ്റിംഗേലിന് മുൻപും നൈറ്റിംഗേലിന് ശേഷവും ഒരു നേഴ്സ് കടന്നു വന്ന വഴികൾ അതികഠിനമായിരുന്നു. അടിമത്തമാർന്ന ജോലിയിൽ നിന്ന് ഇന്ന് കാണുന്ന തിളക്കമുള്ള ജോലിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പിന്നിട്ട വഴികൾ സഹനത്തിൻ്റെയും സമരങ്ങളുടെയും നഷ്ടപ്പെടലുകളുടെയും ബാക്കി പത്രമാണ്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ സഹജീവികളെ പരിചരിച്ചു എന്ന കാരണത്താൽ സമൂഹം ഇവരെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങൾ, നന്മ ചെയ്തതിൻ്റെ പേരിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ, ഉത്തരാധുനിക കാലഘട്ടത്തിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കാണിച്ച ചിലർ. നമുക്കോ നമ്മുടെ ഉറ്റവർക്കോ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചാൽ നാം ഇങ്ങനെ പെരുമാറുമോ? നാം എങ്ങനെ പെരുമാറിയാലും അവർ അങ്ങനെ ആകണമെന്നില്ല. കാരണം നഴ്സിംഗ് എന്ന ശാസ്ത്രശാഖയുടെ അടിസ്ഥാനം തന്നെ സഹാനുഭൂതിയാണ്, സമഭാവനയാണ്. നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവരാണ്, നമുക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ആശുപത്രിയിൽ നമുക്ക് രക്തബന്ധമുള്ള ആരോ ഒരാളാണ്. സ്വന്തം മാതാവിന് പോലും ചിലപ്പോൾ തൻ്റെ മക്കളിൽ വിവേചനം കാണാനും പക്ഷപാതപരമായി പെരുമാറാനും കഴിഞ്ഞേക്കാം. പക്ഷേ ഒരു നേഴ്സിനെ സംബന്ധിച്ച് സമൂഹം മുഴുവൻ അവരുടെ മക്കളാണ്. സമഭാവനയുടെ ഉത്തുംഗ മാതൃകകളായി അവർ മാറുന്നു. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ഉദാത്തമായ ചിന്താധാരയാണത്. അതിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും സാധ്യമല്ല. പഴമൊഴിയായി ഇങ്ങനെ പറയാറുണ്ട്, വെൻ യു ആർ എ നേഴ്സ്, ബീയിങ് എ നേഴ്സ്, യു വിൽ ടച്ച് എ ലൈഫ് ഓർ ലൈഫ് വിൽ ടച്ച് യു. നിങ്ങൾ എപ്പോഴും ഒരു നേഴ്സായിരിക്കുക. നിങ്ങളൊരു ജീവിതത്തെ സ്പർശിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പർശനത്തിനായി ഒരു ജീവിതം കാത്തിരിക്കുന്നുണ്ടാവും. ഏറ്റവും മഹത്തായവരെ ദൈവം തിരഞ്ഞെടുക്കുന്നു, അവൻ അവരെ നേഴ്സാക്കി മാറ്റുന്നു എന്ന് പറയപ്പെടാറുണ്ട്. ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും ജീവിക്കാൻ കഴിയുന്ന ഏകജീവി മനുഷ്യനാണ്. ഹൃദയം കൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ നേഴ്സിംഗ് എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, 1000 ഹതാശയർ നിങ്ങളുടെ ഒരു തലോടലിനായി, ഒരു പുഞ്ചിരിക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന്. സ്വർഗമാണോ നമ്മെ കാത്തിരിക്കുന്നത് എന്നറിയില്ല. പക്ഷേ ഒന്നറിയാം, സ്വർഗത്തിലെ മാലാഖമാരെ ഞങ്ങൾ ഭൂമിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞു. അത് നിങ്ങളാണ്. പ്രകാശം പോലെ പരക്കുവാനും നനവ് പോലെ പടരുവാനും കാറ്റുപോലെ തഴുകുവാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, നിങ്ങൾക്ക് മാത്രം.